കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടങ്ങി. കൂറ്റനാടും ആനക്കരയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ പാലക്കാട് ജില്ലാ പര്യടനത്തിന് ആനക്കരയിൽ നിന്ന് തുടക്കമായി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമെന്ന മുദ്രാവാക്യത്തിൽ സംവാദങ്ങളും ചർച്ചകളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടാണ് ജാഥ നടക്കുന്നത്. ആനക്കരയിൽ നടന്ന സ്വീകരണം ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ മണികണ്ഠൻ പുറത്തൂർ വിഷയാവതരണം നടത്തി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ആനക്കര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ബാലചന്ദ്രൻ, സേതു മാസ്റ്റർ, കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ എസ് സുധീർ വിഷയം ക്രോഡീകരണം നടത്തി. ജലീൽ മാസ്റ്റർ സ്വാഗതവും സുരേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് ഒപ്പുശേഖരണ സമർപ്പണവും അനുമോദനവും കുട്ടികളുടെ കഥാകവിത അവതരണവും നടന്നു. CCTV ന്യൂസ്. മെയ് മാസത്തിൽ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുന്നു. റിസൾട്ട് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് 45%, 50%, 52%-അപ്പുറം കടക്കുന്നില്ല. ആ കാലത്തെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ വിശേഷം നടത്തി മെയ് മാസം കൂട്ടപ്പലകൾ. എന്താ കാരണം? സ്കൂളിൽ വരുന്ന കുട്ടികൾ 10ാം ക്ലാസ് എത്തുന്നതോറും ഒന്നിനും കൊള്ളാത്തവർ എന്ന് പറഞ്ഞവരെ പുറം തള്ളപ്പെടുന്നു, കൂട്ടപ്പല ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പാടത്തും പറമ്പിലും തൊടിയിലും നിറഞ്ഞിരുന്ന മക്കള് സ്കൂളിന്റെ അകത്തേക്ക് വന്നപ്പോ ഇവിടെ നടക്കുന്ന പഠന പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്ന ബോധന രീതികളൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് ദഹിക്കുന്നതല്ല. അവരിങ്ങനെ പാസീവായിട്ട് പോവാണ്. അവിടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അക്കാദമികമായ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള ഗൗരവമായ ചിന്ത പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ തൃത്താല.